ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡ് 100-350 ഒരു പേഴ്സണൽ ഓണർഷിപ്പ് റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ബൈക്ക് തന്നെയാണിത്. ഒരു വർഷത്തിന് മേലെ എടുത്തിട്ട് അപ്പോൾ അവന് അതിൽ തോന്നിയ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ വണ്ടി ഇതേ നമ്മുടെ മുന്നിലിരിക്കുന്നത്. എങ്കിൽ പിന്നെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ട്, വിനയ് എന്നാണ് പേര്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഞങ്ങൾ ചെറുപ്പം മുതലേ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെയാണ് ഈ വണ്ടി നിലവിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് റോയൽ എൻഫീൽഡ് 100-350 പോയത്? കാരണം വേറെ ഒട്ടനവധിയധികം ബൈക്കുകളും സെഗ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായ റേഞ്ചിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് റോയൽ എൻഫീൽഡിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചത്? അതായത് ഈ പ്രൈസ് സെഗ്മെന്റിൽ ജെ സീരീസ് 350cc എന്ന് പറയുന്നത് 100 ആണ് ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ജെ സീരീസിൽ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുക്കാൻ കാരണം. പിന്നെ റോയൽ എൻഫീൽഡ് എന്നുള്ള ബ്രാൻഡ്, റോയൽ എൻഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ നമുക്ക് അത്രയും ഒരു ഇതായിട്ടാണല്ലോ തോന്നുന്നത്. അതുകൊണ്ടും ആണ് ഇത് എടുക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ വേറെ കുറേ കളർ വേരിയൻസ് ഒക്കെ അന്ന് ഉണ്ടായി, ഒരു 7ഓളം കളേഴ്സ് ഒക്കെ ഉണ്ടായി. അപ്പോൾ ഈ കളർ സെലക്ട് ചെയ്യാനായിട്ടുള്ളത് കാരണം എന്തായിരുന്നു? അതായത് 2 ഓപ്ഷനാണ് എൻ്റെ മുമ്പിൽ ഉണ്ടായത്, റെഡും പിന്നെ ഈ കളറായിരുന്നു. എനിക്ക് ഈ കളർ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് എടുക്കാൻ കാരണം. കാരണം റോയൽ എൻഫീൽഡിൽ സ്റ്റാൻഡേർഡ് കളേഴ്സിൽ ഭയങ്കര ഏറ്റവും കിട്ടാൻ പാടുള്ള ഒരു കളറും കൂടിയാണിത്. നല്ല വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിട്ടാണ് ഇത് എടുത്തത് തന്നെ. അത് ശരിയാണ്, ഇവൻ ബുക്ക് ചെയ്തൊരു കുറേ നാൾ വെയിറ്റ് ചെയ്തായിരുന്നു. എനിക്കറിയാവുന്ന സമയത്ത് ഇതാകുമ്പോൾ തന്നെ കണ്ടില്ല, ടാങ്കിൽ ഗ്രേയും അപ്പർ ഗ്രേ എന്നല്ലേ ഈ കളറിൻ്റെ വേരിയൻറ്റിൻ്റെ പേര്. അപ്പോൾ സൈഡ് പാനലാണെങ്കിൽ ഒരു ബ്ലാക്കിൽ കൂടി വന്നപ്പോൾ വണ്ടി അത്യാവശ്യം കാണാൻ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി ഇപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ ആയി? വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു 9,500 ഓക്കെ, എത്ര ഒരു വർഷത്തിന് മേലെയായി അല്ലേ? ഒരു വർഷം, കറക്റ്റ് ഒരു വർഷത്തിന് മേലെ ആയിട്ടാണ് വണ്ടി ഓടുന്നത്. അപ്പോൾ ഇവൻ്റെ വീട്ടിൽ വേറെ ധാരാളം വണ്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടിക്ക് സത്യം പറഞ്ഞ ഓട്ടം കുറവാണ്. ഇപ്പോൾ 3 സർവീസും കഴിഞ്ഞായിരുന്നു. 3 സർവീസ് കഴിഞ്ഞു. ഇപ്പോൾ സർവീസിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണോ? അതെ, സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഹീറ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് ഇതിലെ പ്രശ്നം ഉണ്ടായിരുന്നത്, അതൊക്കെ ഇപ്പോൾ ഓക്കെ. എവിടെ നിന്നാണ് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യണത്? എടപ്പള്ളി ലുലു മോളിന്റെ അടുത്തുള്ള ഷോറൂമിൽ നിന്നാണ്. ഓക്കെ, ഏത് ഷോറൂമിൽ നിന്നാണ് വണ്ടി നമ്മൾ വാങ്ങിച്ചത്? അവിടെ തന്നെയാണ്, എടപ്പള്ളി ഷോറൂമിൽ തന്നെയാണ് വണ്ടി എടുത്തത്. ഓക്കെ, വണ്ടി എടുത്തപ്പോൾ ഓൺ റോഡ് എത്ര റേറ്റ് ഉണ്ടായി വണ്ടിക്ക്? 210 ടാക്സ് ഉൾപ്പെടെ 210 ആയിരുന്നു വണ്ടിക്ക് ഓൺ റോഡ് വന്നിരുന്നത്. അപ്പോൾ വണ്ടിയിൽ കമ്പനിയിൽ നിന്ന് തന്നെ നമ്മൾ ധാരാളം ആക്സസറീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് ഞാൻ ക്ലോസപ്പ് ആയിട്ട് എല്ലാത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞു തരാം കേട്ടോ. വണ്ടിയിൽ നിന്ന് നമുക്ക് എന്താണ് ഗുണങ്ങളായിട്ട് തോന്നിയതൊക്കെ ഒന്ന് പറയാം. പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ എഞ്ചിൻ തന്നെയാണ്. കാരണം പക്ക റിഫൈൻഡ് എഞ്ചിനാണ്, ജെ സീരീസിലെ പക്ക റിഫൈൻഡ് ആയിട്ടൊരു എഞ്ചിൻ തന്നെയാണ്. അതുകൊണ്ട് സ്മൂത്ത് ആണ്. സിറ്റി യൂസിനൊക്കെ വണ്ടി പക്കയാണ്. ഞാൻ കുറച്ചാൾ യൂസ് ചെയ്താണ് വണ്ടി. നമ്മുടെ വേറെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഉണ്ട് 100. അപ്പം നമുക്ക് ഈ ജെ സീരീസ് എഞ്ചിനോണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ലോ എൻഡ് ടോർക്കാണ് വണ്ടിക്ക്. അപ്പോൾ നമുക്ക് സിറ്റീസിൽ ബ്ലോക്കിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഗിയർ അധികം ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരില്ല കേട്ടോ. വണ്ടി ഇപ്പോൾ തേർഡിലാണെങ്കിലും നമുക്ക് അങ്ങനെ അടിയൊന്നും വരാണ്ട് വണ്ടി അങ്ങനെ എടുത്തുകൊണ്ട് പൊക്കോളൂ കേട്ടോ. അത് നമുക്കൊരു ഏറ്റവും ഒരു പോയിന്റ് ആണ്. നമുക്ക് ഫ്യൂവൽ സേവ് ചെയ്യാനും പറ്റും സിറ്റി യൂസിനൊക്കെ. അപ്പോൾ എത്ര മൈലേജ് കിട്ടിയായിരുന്നു വണ്ടിക്ക്? ഫസ്റ്റ് സർവീസിന് മുന്നേ വരെ മൈലേജ് എനിക്ക് എത്രയോ 25 കിട്ടിയിട്ടുണ്ടായുള്ളൂ. ഇപ്പോൾ കറന്റ് 30 കിട്ടുന്നത്. ഓക്കെ, അത് നല്ലൊരു മൈലേജ് ആണ്. കാരണം 350cc ആണല്ലോ അതിനകത്ത് ഇരിക്കണത്. അപ്പൊ അതൊരു നല്ലൊരു മൈലേജ് ആണ്. പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ തോന്നിയത് ഗുണങ്ങളൊക്കെ ആയിട്ട്? ഗുണങ്ങൾ എന്ന് പറയാൻ വേറെ പിന്നെ ബ്രേക്കിംഗ് ആണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം ബ്രേക്കിംഗ് കൂടിയാണ്. കാരണം ഇതിൽ ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മഴയത്തായാലും ഏതൊരു ക്ലൈമാറ്റിക് കണ്ടീഷനിലായാലും ഇത് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ബ്രേക്കിംഗ് പിടിച്ചെടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ അവന് പോസിറ്റീവ്സ് ആയിട്ട് നമുക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വണ്ടിയിൽ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ വരുമ്പോൾ ഒരു വിൻഷീൽഡാണ് ആഡ് ചെയ്തേക്കണം, ഒരു ബ്ലാക്ക് കളർ. അപ്പോൾ ഇതെല്ലാം ഈ വണ്ടിയിൽ യൂസ് ചെയ്തേക്കണ കംപ്ലീറ്റ് എക്സ്ട്രാ ഫിറ്റിങ്സും വണ്ടി വാങ്ങിച്ചപ്പോൾ തന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ നിന്ന് തന്നെ കയറ്റിയേക്കണേ കേട്ടോ. അപ്പോൾ എല്ലാത്തിനും നമ്മുടെ സർവീസ് ഹിസ്റ്ററി എടുത്തു പോയി കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ സർവീസ് ബുക്കിലുണ്ടാവും. അപ്പോൾ അതാണൊരു വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം അപ്പോൾ റേറ്റും വന്നിട്ടുണ്ട് നമുക്ക് എല്ലാം ഷോറൂമിൽ നിന്ന് തന്നെ കയറ്റിയേക്കണോണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ കണ്ടില്ലേ ഒരു ഗ്ലോസി ടൈപ്പ് ഒരു വിൻഷീൽഡും കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ ഇവിടെ മീറ്ററിൻ്റെ സെക്ഷൻ നമുക്കൊരു ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ ചെറിയൊരു വൃത്തിയേടും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. പിന്നെ എല്ലാം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ചെയ്യണതാണ്. കണ്ടില്ലേ, ഇതാണ് അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ളൊരു ലുക്കും കാര്യങ്ങളെന്നൊക്കെ പറയണത്. വേറെ ഇതിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ഇതിനകത്തൊരു ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ഒരു ക്രാഷ് ഗാർഡ് തന്നെയാണ്. ബ്ലാക്ക് ടൈപ്പ് കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഡിസൈനിൽ വരുന്ന സംഭവമാണ്. ഇത് നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെയാണ് കയറ്റിയേക്കണത്. പിന്നെ ഇതിൻ്റെ സൈഡിലോട്ട് വരണമെങ്കിൽ ഇതിനൊരു അണ്ടർ ബെല്ലിയാണ്, അഥവാ എൻജിൻ ഗാർഡ് എന്നൊക്കെ പറയാം.
കണ്ടില്ലേ, ഇത് മെറ്റൽ ടൈപ്പാണ്. അപ്പോൾ എഞ്ചിനിൽ കല്ലും കാര്യങ്ങളൊക്കെ അടിച്ചു കൊള്ളൽ കുറവായിരിക്കും. പിന്നെ ചെളി തെറിക്കാനൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അതും ബ്ലാക്കാണ്. അപ്പോൾ ബ്ലാക്കും സിൽവറും അവൈലബിൾ ആണ്. അപ്പോൾ സിൽവറിലാണെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കുറവായിരിക്കും. ബ്ലാക്ക് ആണെങ്കിൽ വണ്ടിക്ക് നല്ല ചേർന്നിരുന്നോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിലോട്ട് വരുമ്പോഴുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വണ്ടിയുടെ ബാക്കിലോട്ട് വരുമ്പോൾ ഒരു ബാക്ക് റെസ്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ചെറിയൊരു ഷോർട്ടാണല്ലോ, ചെറിയ വണ്ടിയാണ്. മാക്സിമം സിംഗിൾ റൈഡേഴ്സിനാണ് വണ്ടി സജസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇതിൽ ഇവൻ അമ്മേനെ കൊണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ക്ലച്ച് വിട്ട് കഴിയുമ്പോൾ ബാക്കിലോട്ട് ഇങ്ങനെ ആവാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് താങ്ങിയിരിക്കാം. പിന്നെ ലോങ് പോകുമ്പോഴാണെങ്കിൽ ഇത് അത്യാവശ്യം ഗുഡാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ആക്സസറീസ് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ, അധികം കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. കുറേ ആക്സസറീസ് ഷോറൂമിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇൻഡിക്കേറ്റേഴ്സ്, മിറേഴ്സ്, ബാറൻറ്റി മിറേഴ്സ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവൻ്റെ ടേസ്റ്റിനൊത്താണ് വണ്ടി കസ്റ്റമൈസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഒരു ലുക്കും കാര്യങ്ങളെന്നൊക്കെ പറയണത്. പോസിറ്റീവ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് അല്ലെങ്കിൽ മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും വണ്ടിയുടെ ഭാഗത്തുനിന്ന്, സർവീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ? മോശം അനുഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ബ്രേക്കിംഗ് പാഡിൽ നിന്നുള്ള ഒരു ഒച്ചയായിരുന്നു. അത് ആദ്യ 2 സർവീസുകളിലും ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അത് അവർ ക്ലിയർ ചെയ്ത് തരിക ചെയ്തത്. അതവിടെ ബാക്കിൽ നിന്നാണ് ഫ്രണ്ടിൽ നിന്നാണ്? ബാക്കിൽ നിന്നാണ് മെയിനായിട്ട് അത് വന്നിരുന്നത്. അത് പിന്നെ ക്ലിയർ ആയിരുന്നു സർവീസിന് ശേഷം. അത് ഓക്കെ ആയിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ്? പിന്നെ തോന്നിയത് ഹീറ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് 2 സർവീസ് വരെ. അതാണ് മെയിൻ പ്രശ്നം. കാരണം ട്രാഫിക്കിലൊക്കെ കിടക്കുമ്പോൾ ഭയങ്കര ഹീറ്റ് ആയിരുന്നു സൈഡിൽ നിന്ന് അടിച്ചുകൊണ്ടിരുന്നത്. അതെ. പിന്നെ എഞ്ചിന്റെ സൈഡിൽ നിന്ന് വല്ല നോയ്സും കാര്യങ്ങളും, കാരണം ടാപ്പറ്റടിയൊക്കെ ഉണ്ടെന്ന് ഒരുപാട് യൂസേഴ്സ് ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നിനക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെട്ടില്ല? ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. നല്ല പക്കയായിട്ടാണ് ഇപ്പോഴും വണ്ടി നിൽക്കുന്നത്. പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇത്രയൊക്കെയുള്ള കാര്യം നെഗറ്റീവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓയിലൊക്കെ എത്ര 3 സർവീസിൽ ചേഞ്ച് ചെയ്തു? ഫുള്ളി സിന്തറ്റിക് ആണോ അതോ? ഫുള്ളി സിന്തറ്റിക് ആണല്ലേ. ഓക്കെ. അപ്പോൾ സർവീസിനൊക്കെ ഏകദേശം എന്ത് റേറ്റ് വന്നിട്ടുണ്ടാവും? സർവീസിന് ഏകദേശം ഒരു 1900 ആ റേഞ്ച്, 2000-ന് ഓരോന്ന് വരുന്നുണ്ട്. വണ്ടി പിന്നെ അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ധാരാളം വണ്ടികളുണ്ട് വേറെ. അപ്പോൾ ഇതൊരു ക്രൈസിൻ്റെ പുറത്ത് അവൻ എടുത്താണ്ടാ. വണ്ടി ഇറങ്ങിയ ടൈമിൽ തന്നെ എടുത്തൊരു വണ്ടിയാണിത്. ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 2 വർഷത്തിന് മേലെ 2-3 വർഷത്തിൻ്റെ അടുത്തായിട്ടാണ് വണ്ടി ഇറങ്ങിയിട്ട്. അപ്പോൾ അതനുസരിച്ച് വേറെ വേരിയൻസും റേറ്റും കാര്യങ്ങളൊക്കെ കൂടിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവന് പോസിറ്റീവ് നെഗറ്റീവായിട്ട് തോന്നിയത്. വേറെ എന്തെങ്കിലും വണ്ടിയെക്കുറിച്ച് പറയാനായിട്ട്? വണ്ടിയെക്കുറിച്ച് പറയാൻ റിഫൈൻഡാണ്, നല്ല പക്ക റിഫൈൻഡാണ്. നിങ്ങൾക്ക് പൈസ ഇതാവൂല. കാരണം എന്താ വെച്ചാൽ പക്ക വെർത്താണ്, പക്ക വെർത്ത് വണ്ടി. ഈ വണ്ടിയിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഞാൻ എന്ത് എക്സ്പെക്ട് ചെയ്യണോ അത് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. വണ്ടി തന്നെ ഒരു ഷോർട്ട് ബോട്ടിലാണുള്ള സാധനം. അതെ. നമുക്ക് സിറ്റി യൂസിനും ഇതിലൊക്കെ പക്കയാണ്. പിന്നെ ആ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ബാക്കിയെല്ലാം വെച്ച് നോക്കണമെങ്കിൽ 350 എഞ്ചിനിൽ ഒരു പടക്കുതിര തന്നെയുണ്ട് സാധനം. നമുക്ക് എങ്ങനെയാണെങ്കിലും സാധനം യൂസ് ചെയ്യാം. പിന്നെ ക്ലാസിക് 350യും സ്റ്റാൻഡേർഡ് 350 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വണ്ടിക്ക് ചേസിനും ബാക്കി സംഭവങ്ങൾക്കൊക്കെ വെയിറ്റും കാര്യങ്ങളും കുറവായതുകൊണ്ട് അതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി മൈലേജും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാട്ടോ. ഇതിൻ്റെ എക്സോസ്റ്റിനോട്ടൊന്ന് കേട്ട് നോക്കാട്ടോ. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു പേഴ്സണൽ റിവ്യൂ ആണ്. നമ്മുടെ കയ്യിലെ കാശ് മുടക്കി നമ്മൾ വാങ്ങിച്ച ഒരു വണ്ടിയുടെ നമുക്ക് 1 വർഷത്തിനുള്ളിൽ അനുഭവിച്ച കാര്യങ്ങളും അതുപോലെ മോശമായിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നിട്ടാണ്. അപ്പോൾ നമ്മുടെ മാത്രം ഒരു പേഴ്സണൽ ഓണർഷിപ്പ് റിവ്യൂ ആണിത്. ഇവൻ വണ്ടി വാങ്ങിച്ചിട്ട് ഇവൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഒരിക്കലും വണ്ടിയുടെ ഒരു ഫുൾ റിവ്യൂ അല്ല. വണ്ടിയുടെ ഫുൾ റിവ്യൂ നിങ്ങൾക്ക് യൂട്യൂബിൽ വേറെ ധാരാളം അനവധി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 100 ഓണേഴ്സൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. ലോ എൻഡ് ടോർക്ക് കൂടുതലാണ്. നമുക്കൊരു സിറ്റി റൈഡ് യൂസ് ചെയ്യണമെങ്കിൽ തന്നെ പോയോ. അപ്പൊ ഓക്കെ എന്ന് പറയാ.